നമസ്കാരം കാരണം വീണ്ടും വന്നിടാ. അപ്പൊ ഇന്നലത്തെ കളി മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കളി നിങ്ങൾ കണ്ടില്ല പിള്ളേരുകളെ? അതായത് ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട്. 10 ഗോളുകളുണ്ട് ഇന്നലത്തെ മാച്ചിൽ. ഇതെന്തത് വേൾഡ് കപ്പിന്റെ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മാച്ച് തന്നെയാണെന്ന് തോന്നിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 10 ഗോളേ. അതായത് ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് 4 ഗോൾ അടിച്ചേക്ക. ആർക്കെതിരെ? ഈ ഫ്രാൻസിനെതിരെ 4 ഗോൾ അടിച്ചേക്ക. തിരിച്ച് അവര് സെക്കൻഡ് ഹാഫിൽ 4 അടിച്ചു. അങ്ങനെ 6-4 നോക്കിയേ ഇംഗ്ലണ്ട് ജയിച്ചു. ഈ കളി കഴിഞ്ഞപ്പോഴേ സത്യം പറഞ്ഞേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു തോട്ടണ്ട. നിങ്ങൾക്ക് തോന്നണമെന്ന് അറിയില്ല, ഇവര് തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബൂട്ട് നോക്കിയാൽ മെസ്സിക്കുട്ടന് കിട്ടരുത്, എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് കൊടുക്കണം, മാക്സിമം ഗോള് എന്താ പറയാ എംബാപ്പയെ കൊണ്ട് അടിപ്പിക്കണം എന്നുള്ളത് തോന്നിയത് എനിക്ക്. അവൻ 2 ഗോൾ അടിക്കുകയും ചെയ്തു. ഇപ്പൊ ഗോൾഡൻ ബൂട്ട് ഏകദേശം ഉറപ്പിച്ച മാതിരിയാണ് ആർക്ക്? എംബാപ്പയ്ക്ക്. മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ടിന് കൊടുക്കും വേണം. ഇത് ഇവര് തമ്മിലൊരു അന്തർധാരയായിട്ട് എനിക്ക് തോന്നി. ഇതിൽ ഫിഫയ്ക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, മെസ്സിക്കുട്ടൻ ചിലപ്പോൾ ഇന്ന് ഒരു പെനാൽറ്റി ഒരു ഗോൾ അടക്കാം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗോളിനുള്ള ചാൻസുകൾ ഒരിക്കലും മെസ്സിക്കുട്ടനാണ് കൂടുതലെന്ന് തോന്നുന്നു. അപ്പൊ 2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മെസ്സിക്ക് ഏകദേശം ഗോൾഡൻ ബൂട്ടാണ് കിട്ടാന്നുള്ളത് എനിക്ക് തോന്നുന്നത്. എവിടെയൊക്കെ കല്ലുകടിയുടെ ഒരു ഫീലാണ് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടാ. ഈ മൊത്തം വേൾഡ് കപ്പും ഇപ്പൊ അങ്ങനെ തോന്നി തുടങ്ങി. ഇവര് തമ്മിലുള്ള അന്തർധാര, ഫിഫയുടെ വേറെ കളികള് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ മാച്ച് ഏറ്റവും നല്ല മാച്ച് ആവട്ടെ. അതായത് നമ്മുടെ അർജന്റീന വേഴ്സസ് സ്പെയിൻ. ഇപ്പൊ കളി എങ്ങനെയായാലും ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ നമ്മുടെ മെസ്സിയുടെ. അതുകൊണ്ട് മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടട്ടെ എന്നാണ് നമ്മളെ ആഗ്രഹം. ഇനി എന്തെങ്കിലും ആവട്ടെ. ഇന്നലെ നടന്ന മാച്ചിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണുകടി എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളട്ടാ. എന്റെ തോട്ട് മാത്രം കേട്ടാ. അപ്പൊ വരിയട്ടങ്ങോട്ട് പോക്കാം അവിടെ.